ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ശനിയാഴ്ച ഉച്ചയായപ്പോൾ ഞാൻ വീട്ടിൽ പോയതാണ്. ശനിയാഴ്ച വൈകിട്ട് മോളും ചേട്ടനോട് അവിടെ വന്നത്. പിന്നെ ഞായറാഴ്ച ഇന്ന് വൈകിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ ഇന്നൊക്കെ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഒത്തിരി വിശേഷങ്ങളില്ല എന്നല്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോൺ എൻ്റെ കയ്യിലേ ഇല്ലായിരുന്നു. ഇടയ്ക്കൊക്കെ കിട്ടിയ സമയത്ത് കുറച്ച് വീഡിയോ എടുത്തതും പിന്നെ മോള് കുറച്ച് വീഡിയോ എടുത്തതും ഒക്കെ ഉണ്ട്. കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അങ്ങനെ ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ഇടണം കേട്ടോ. കുഞ്ഞ് രാവിലെ കുറേ പാക്ക് പോയി പറക്കിക്കൊണ്ട് വന്ന കൂട്ടുകാരെ കണ്ടോ, ഇത്രയും പാക്ക് കിട്ടി. കണ്ടോ കൂട്ടുകാരെ, ഇന്നലെ ഞാൻ തൂത്തിട്ട മുറ്റമാണെന്ന് പറയുമോ? എല്ലാം മാവില എല്ലാം പൊഴിഞ്ഞ് വീഴുക. ഇപ്പോൾ മാവിൻ്റെ ഇല എല്ലാം പൊഴിയുന്ന സീസണാണ്. ഇപ്പം മാവിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞ് കിടക്കുക. ഇനിയിപ്പം നമ്മൾ തൂത്തിട്ട് മോനെ വീഴും. അങ്ങോട്ട് മാറി വൈകുന്നേരം നോക്കുമ്പോൾ ഇതിനപ്പുറമായിട്ട് പൊഴിഞ്ഞ് കിടക്കും. ഇപ്പം 3-4 ദിവസമേ ഉള്ളൂ, അത് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. രാവിലെ കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൂട്ടുകാരെ. ഞാൻ കുഞ്ഞിന് കപ്പ പുഴുങ്ങിയത് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞിന് കപ്പ പുഴുങ്ങിയതും ബീഫ് കറിയും കൊടുത്തു. അപ്പോൾ ഇന്നലെ അവരുടെ അച്ഛനും അമ്മയും വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ അവരുടെ വീട്ടിൽ പോയി കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് പിന്നെ രാത്രിയിൽ അവരങ്ങ് പോയി. പിന്നെ രാവിലെ അവളിങ്ങ് വന്നു. അവൾക്കും കപ്പയും കറിയും മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവളും കപ്പയും കറിയും കഴിച്ചു. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകുള്ള ഞാൻ കഴുകി അരിയൊക്കെ അടപ്പത്തിട്ടു. അപ്പോൾ അവൾ കുറേ തുണിയൊക്കെ കഴുകുണ്ടായിരുന്നു, അതെല്ലാം അവളും കഴുകി പറക്കി ഇട്ടു. പിന്നെ ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കൊച്ചു മോനും വന്നു. അപ്പോൾ അവനുമായിട്ടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് പിന്നെ അയാൾ പോകാനെ കൊണ്ടിറങ്ങി. അപ്പോൾ പോകാനെ കൊണ്ട് പോയപ്പോൾ രണ്ടാമത്തെ മോനും കൂടെ പോയി വെളിച്ചെണ്ണയൊക്കെ മേടിക്കണമെന്ന് അങ്ങനെ അവനും പോയി. അപ്പോൾ പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അവന് എന്ത് പറയാനോ ഒന്നും പറയാതെ വിഷമിച്ച് നിന്നു. പിന്നെ പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ താലോടി, അവരുടെ ജീവിതമല്ലേ. പിന്നെ ഞാനും എൻ്റെ മൂത്ത മോനും കൂടെ അവിടെ തോടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ വൃത്തിയാക്കാൻ നട്ടേ. നിങ്ങൾക്കോ പേടിയുണ്ടോ? കൂട്ടി കിടക്കുന്നവന്മാരോ? യെസ്, എന്നിട്ടാകുമ്പോൾ കട്ടേ പോയി ചേച്ചിമാർ കാണുന്നറിയും. നാളെ പണിക്ക് പോകത്തില്ല വേണം. ആ മുള്ളു ഭയങ്കര വിഷവാ. ദമയന്തി കളിക്കുകയല്ലേ, ദർഫമുന കൊണ്ടതാ. കാലിങ്ങോട്ട് നീക്കി, നിന്റെ കാലിന്റെ വെള്ളം മുള്ളിരിപ്പുണ്ടെന്ന് തോന്നുന്നു. പിച്ചാത്തി വെച്ച് കണ്ടിക്ക്. അത് വെച്ച് എനിക്ക് കിഴിച്ചെടുക്കാമേ. എന്നാ കൂന്താലി വേണോ? മുള്ളെടുക്കാൻ കൂന്താലി വേണോ? എന്നാടേ ഇതിപ്പോ മൊത്തത്തിൽ വെട്ടിയിളക്കല്ലേ. ഈ മണ്ണ് എനിക്ക് കോരി മേളി വെക്കാനാ. മാത്രം വലിച്ചുള്ളൂ, ചപ്പ് മാത്രം വലിച്ചിട്ട് അപ്പോട്ട് കൊണ്ടു. ആ ചേമ്പിന് മുള്ളടിച്ച് കയറും. മാറി. എന്റെ ഭർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഇളക്കി കളയാം, മൂടോടെ കളയാം. അത് കുഴപ്പമില്ല, അത് കളയാം. എന്റെ ഭർത്താവിന്റെ കള കണ്ട് ചേച്ചിമാരി കളക്കാൻ വിളിക്കണം. ഒരു മുഴ അങ്ങ് കിളറുന്നല്ലോ കൂന്താലിയുടെ കൂടെ. ഇളക്കിയടേ കുഴിയാക്കി കുളം കുഴിച്ചു. പച്ചക്കായിരുന്നു ഇതൊന്ന് വെട്ടാൻ പറഞ്ഞ് വെട്ടുവോ? കണ്ടോ അതിന്റെ പവർ. ഇതും കൂടെ ഇളക്കുന്നു. അല്ലേ അതവിടെ നിൽക്കട്ടെ, സൈഡെല്ലാം പോയി. അതങ്ങ് പോയല്ലോ കളെ, പോയല്ലോ. അത് ഇളക്കണടി, സൈഡ് പോവും. ആയം പോണ്ടേ. അപ്പോൾ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ അയാളുടെ കാലയിൽ ഒരു മുള്ളു കൊണ്ടു. അപ്പോൾ അതിന് ദേഷ്യപ്പെട്ടിട്ട് ആ മുള്ളിൻ്റെ മൂട് മൊത്തം വെട്ടി ഇളക്കി കളഞ്ഞു.
പിന്നെ വൈകുന്നേരം ചേട്ടനും വന്ന് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ കൊണ്ടുപോയി ചായ കുടിച്ചുകൊണ്ടിരുന്ന്. അപ്പോൾ അതിൻ്റെ ചിരിയും ബഹളമാണ്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അവിടെ നല്ല വെട്ടമില്ലായിരുന്നു, വെട്ടം കുറവായിരുന്നു കേട്ടോ. പിന്നെ അവരങ്ങ് വൈകുന്നേരം അപ്പോൾ അവർ വീട്ടിലോട്ടും പോന്നു, ഞങ്ങളും ഇങ്ങ് പോന്നു. ഇപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു. ഞങ്ങൾ വന്നപ്പം 6:30 7 മണിയൊക്കെ ആയി. ചേട്ടൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നത്. പിന്നെ ഇവിടെ വന്ന് അരിയൊക്കെ അടുപ്പത്തിട്ടു. ചേട്ടൻ കടയിൽ പോയതാ. പിന്നെ ഇവിടെ അടുത്തൊരു ഐസ്ക്രീം പ്ലാന്റും എണ്ണ കമ്പനി എല്ലാം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇന്ന് ഉച്ചയൊക്കെ ആയപ്പോൾ തീ പിടിച്ചെന്ന് പറഞ്ഞായിരുന്നേ. ഞങ്ങൾ അന്നേരം ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടുന്ന് ചേച്ചിമാരൊക്കെ എന്നെ വീട്ടിലോട്ട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് വിചാരിച്ച് അവർ വിളിച്ചത്. അപ്പോൾ ഞാൻ അവിടെ ആയതുകൊണ്ട് അറിഞ്ഞില്ല. പിന്നെ അങ്ങനെ പറഞ്ഞറിഞ്ഞു. പിന്നെ ഈ വീടിൻ്റെ ഓണറും ഞങ്ങളോട് വിളിച്ച് പറഞ്ഞായിരുന്നു, അവിടുത്തെ ചേച്ചിയും വിളിച്ച് പറഞ്ഞായിരുന്നു. ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഇനി ചേട്ടൻ കടയിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി അവിടെ ഒന്ന് കാണണമെന്നൊക്കെ വിചാരിച്ചിരിക്കും. ഇവിടെ അടുത്ത് തന്നെ, ഞാൻ കടയിൽ പോകത്തില്ല ഇവിടുന്ന് അങ്ങോട്ട്. എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കടയിൽ പോകാമെന്നുള്ളത്. അപ്പോൾ ആ കടയിൽ പോകുന്നതിന് തൊട്ടിപ്പുറം നമ്മുടെ വീടും കഴിഞ്ഞൊരു 3-4 വീട് കഴിഞ്ഞ് അപ്പുറത്താണ്. പത്തനംതിട്ടയിൽ നിന്ന് 3 ഫയർഫോഴ്സ് അങ്ങോട്ട് വന്നിട്ട് തീ അണച്ചെന്ന് പറഞ്ഞു. വലിയ തീയായിരുന്നു. എണ്ണയൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ തീയായിരുന്നു. എല്ലാം തീ പിടിച്ചു. പക്ഷേ അതിൽ 2 പേർക്ക് ചെറിയൊരു പൊള്ളൽ പറ്റി, അല്ലാതെ ആർക്കും കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ വേറെ എന്താ, ഇന്നെൻ്റെ മോളിതേ ഒരുക്കിയേക്കുന്നതാണ്ടോ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ. ചക്കിമോളെ ഒരുക്കി കണ്ടോ, ചക്കിമോളെ സുന്ദരിയാക്കി. അപ്പോൾ വീഡിയോ ഒന്നും ഇന്നൊന്നും അവിടെ എടുക്കാൻ പറ്റില്ല, കുറേ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ ജോലിക്ക് പോയേക്കുമായിരുന്നു, പിന്നെ ഞാനും മക്കളൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കുറേ ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ഒന്നും വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അത് തന്നെയല്ല, എൻ്റെ ഫോണിൽ നെറ്റില്ലായിരുന്നു. അവർ ഫോണെടുത്ത് പാട്ടൊക്കെ കേട്ട് എൻ്റെ ഫോണിലെ നെറ്റെല്ലാം തീർത്തു. എനിക്ക് പോലും വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഇപ്പം ഞാൻ മോളെയും കൊണ്ട് ഇച്ചിരി നെറ്റ് റീചാർജ് ചെയ്തിട്ടാണ് അപ്പോൾ വീഡിയോ നോക്കിയതും വീഡിയോ ഇടാൻ നോക്കുന്നതും ഒക്കെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാരും കമൻ്റ് അയക്കണം. ബായ് കൂട്ടുകാരേ.